Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് May 2025 CSET എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അതായത് ഡയറക്റ്റ് എൻട്രി നമ്മൾ എക്സിക്യൂട്ടീവിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം വരിക. നമ്മൾ കംപ്ലീറ്റ്ലി എക്സാമിന് വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതും ക്ലിയർ ആയിട്ട് നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് May 2025 എക്സാമിനേഷൻ വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ചെറിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് സുപരിചിതമായൊരു സംഭവമാണ് നോ യുവർ പേപ്പർ. ഈ നോ യുവർ പേപ്പർ എന്ന് പറയുമ്പോഴേ സാറേ നമുക്ക് 4 പേപ്പേഴ്സ് അറിയാം, എല്ലാം ഉണ്ട്. പക്ഷേ ഈ 4 പേപ്പേഴ്സ് ഏതൊക്കെയാണ് ഓർഡർ വൈസും അതിൻ്റെ അകത്ത് ഓരോരോ സബ്ജക്റ്റ്, അത് പാർട്ട് 1 ഉണ്ട്, ചിലത് പാർട്ട് 2 ഉണ്ട്. ഇതിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും ഏതൊക്കെ കൺസെപ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? സാർ അതിനൊക്കെ ആവശ്യമുണ്ടോ? CSET എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നാലും പാസ്സാക്കും സാർ, 100 വിട്ട് പാസ്സാക്കും. അത് കഴിഞ്ഞ എക്സാമിനേഷൻ വരെ ഉണ്ടായിരിക്കാം. ഈ എക്സാമിനേഷനിൽ മാറിയാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പാസിംഗ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ആളിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കട്ട് ഓഫ് വളരെ എന്താണ് നമുക്ക് അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 65% to 75% നമുക്കൊരു പാസിംഗ് റിസൾട്ട് വരും അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത്. എന്നാലും 25% ഫെയിലിയർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പെടുമോ? അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ഫെയിൽ ആകും. ചെറിയൊരു എക്സാമിനേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത്രയും വലിയ ഡീമോട്ടിവേഷൻ വേറെ ഒന്നുമില്ല. സോ പ്രിപ്പയർ വെൽ. ഇറ്റ്സ് എ നാഷണൽ ലെവൽ എക്സാമിനേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ തന്നെ എക്സാമിനേഷൻ നിങ്ങൾ കൊണ്ടുപോകണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പേപ്പേഴ്സ് ഏതൊക്കെയാണ് നല്ലപോലെ നിങ്ങൾക്ക് അറിയണം. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ യുവർ കൺസെപ്റ്റ്. അതായത് ചില ചാപ്റ്റേഴ്സിൽ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോ യുവർ കൺസെപ്റ്റിൽ നമുക്ക് ലോജിക്കൽ റീസണിങ് എന്നൊരു സംഭവം എടുക്കാം. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് എന്നൊരു പേപ്പറിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ കോഡിങ്, ഡിക്കോഡിങ്, ബ്ലഡ് റിലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ കറണ്ട് അഫയേഴ്സിന് എൻഡിങ്ങിലും നമ്പറിംഗ് സിസ്റ്റം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും? നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് അല്ലാതെ റെഗുലർ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കുറച്ചൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ കുറച്ച് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആകും. അപ്പോൾ ഈ 2 കാര്യങ്ങളും എക്സാമിനേഷനിൽ എന്താണ് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി എക്സാം നമ്മൾ എഴുതുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും എന്താണ് നിങ്ങളുടെ ആ ഒരു എക്സാം മോഡൽ എന്താണ് ഒരു ഫെമിലിയർ ആകുക. മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതാതെ വന്നിട്ട് നേരിട്ട് വന്നിട്ട് ഒരൊറ്റ എഴുത്തലാണ്. അവിടെ എന്ത് ചെയ്യണം സാർ, സമയം കിട്ടുന്നില്ല സാർ, അവിടെ അങ്ങനെ പ്രശ്നം, ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂസ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉറപ്പായിട്ട് തന്നെ വരും. അപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാമിനേഷനേക്കാൾ മുമ്പ് നമ്മൾ ആ വീഡിയോ റിലീസ് ചെയ്യും. ആൾറെഡി നവംബറിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തൽക്കാലം വേണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചാനലിൽ പോയിട്ട് CSET പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ റിലവൻറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യും, എങ്ങനെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ റിമോട്ട് പ്രോക്ടോഡ് മോഡ് ആണെങ്കിൽ നമുക്ക് വളരെ രീതിയിൽ എന്താണ് ടെക്നിക്കൽ ഇഷ്യൂസ് വരും. അത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം. കാരണം എന്ന് പറയുമ്പോൾ ഈ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വീട്ടിൽ തന്നെ ഇരുന്ന ഒരു സിസ്റ്റമാണ് റിമോട്ട് പ്രോക്ടോഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ വരും, ലോഗ് ഔട്ട് ആവുന്നു. അപ്പോൾ ഇവിടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഒരുപാട് നമ്മൾ പഠിക്കണം. പറയുമ്പോൾ സിസ്റ്റം ഭയങ്കര എളുപ്പമാണ്, വീട്ടിൽ ഇരുന്ന് എഴുതാൻ മതി. അതിനൊക്കെ നല്ലത് എന്താണ് എക്സാമുകളിൽ പോയിട്ട് കറപ്പിക്കുന്നതാണ് പിന്നെയും നല്ലത്. കാരണം ആ എൻവയോൺമെന്റ് ആ രീതിയിലുണ്ടാവും. അപ്പോൾ വളരെ കൃത്യമായിട്ട് എക്സാം ഇതിന് നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് പലരും അറിയുന്ന പോലുമില്ല ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്. ഒരു മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി അവർ തരും, അതിന് പോലും അറിയത്തില്ല. അപ്പോൾ അവിടെ പോയിട്ട് സാറേ ഇവിടെ മഞ്ഞ കണ്ടു, വെള്ളം കണ്ടു, ഞാൻ അവിടെ പോയി നോ, അങ്ങനെയല്ല. പ്ലീസ് ബി ഫെമിലിയർ വിത്ത്. പിന്നെ അതിനകത്ത് ഒരുപാട് എന്താണ് MCക്ക് മോക്ക് ടെസ്റ്റ് രീതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫെമിലിയർ ആകാൻ വേണ്ടി നമുക്ക് എന്താണ് മോക്ക് ടെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന പിൻടോം ലേണിംഗ് എന്നൊരു വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റർ വൈസ് ഒരുപാട് MCQs നമ്മൾ വെച്ചിട്ടുണ്ട്. ഫ്രീ ആണ്, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക. ചാപ്റ്റർ വൈസ് അൺലിമിറ്റഡ് ടൈംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിസൾട്ട് മെയിൽ വരും, നിങ്ങളുടെ സമ്മറൈസ്ഡ് റിസൾട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, യൂസ് ചെയ്യുക. 4ാമതെന്ന് പറയുമ്പോൾ അപ്ഡേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ അപ്ഡേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കുക. ഇത് February 2025 റിലീസ് ചെയ്തത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് എന്താണ് റീസെന്റ് ബഡ്ജറ്റിന്റെ ഒരുപാട് ഡീറ്റെയിൽസ്. ഇപ്പോൾ മെയിൽ എക്സാമിനേഷനിൽ എന്താണ് നമുക്ക് ഏപ്രിൽ വരെയുള്ളത് മാർച്ച് വരെയുള്ളത് നമുക്ക് അപ്ലിക്കബിൾ ആകും. ഒരുപാട് അവർ നീട്ടി വെക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ് കാര്യങ്ങൾ ഇത് അവസാനം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവർ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോരോ ചാപ്റ്റർ വൈസ് ഇവർ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് അയച്ചു തരാം, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കണ്ടോ സാമ്പിൾ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ. അപ്പോൾ എസ്പെഷ്യലി നിങ്ങളുള്ള ഈ കറണ്ട് അഫയേഴ്സ് കണ്ടോ, ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ വളരെ റീസെന്റ് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് 2025-26 വന്നിരിക്കുന്ന കാര്യം 5-6 ക്വസ്റ്റൻസ് ഉള്ളൂ. ഇങ്ങനെ നമ്മളൊരു 3-4 മാസങ്ങളെ നോക്കുവാണെങ്കിൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസത്തെയും ജനുവരി മുമ്പത്തെ ജനുവരി എക്സാമിനേഷന്റെ ആ ഒരു ടൈമിൽ റിലീസ് ചെയ്ത ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എന്താണ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ ആ ഒരു MCQ ഗൈഡും കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ആൻസർ എഴുതാൻ പറ്റും. അപ്പം ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് May 2025 എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അന്നേ നമുക്ക് എന്താണ് CS പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ എത്തുകയുള്ളൂ. കാരണം മലയാളത്തിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ മലയാളത്തിൽ എന്താണ് നമ്മൾ CS കുറിച്ചൊക്കെ പറയുന്ന ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കൂടുതലും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.